ഹായ് എവരിവൺ, ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ട് ഡേ 2 ആണ് കേട്ടോ. മോർണിംഗ് തന്നെ എണീച്ച് കുളിച്ച് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തൊഴുതതിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഹോട്ടലിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഒരു ദോശ വട സെറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ഹോട്ടലിന് 50 വർഷം പഴക്കമുണ്ട്. ഈ ഷോപ്പ് ഇനാഗ്രേറ്റ് ചെയ്തത് ഫേമസ് സിംഗറായിട്ടുള്ള യേശുദാസ് സാറാണ് കേട്ടോ. അതുപോലെ തന്നെ APJ അബ്ദുൽ കലാം സാറ് ISROയിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നത് പത്മ കഫേയിലേക്കായിരുന്നു കേട്ടോ. അവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. കലാനിധി ഫോക്ക് ഫെസ്റ്റ് ആൻഡ് രവീന്ദ്രനാഥ ടാഗോർ പുരസ്കാര സമർപ്പണം. ഞങ്ങൾക്കും ഒരു അവാർഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. ആൻഡ് ഈ പ്രോഗ്രാം നടത്തുന്നത് കലാനിധിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഗീത മാം ആയിരുന്നു. ആൻഡ് മെയിൻ ഗസ്റ്റ് ആയിട്ട് വരാനിരുന്നിരുന്നത് സാറ ജോസഫ് മാം ആയിരുന്നു കേട്ടോ. പക്ഷെ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം മാം എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് IPS സന്ധ്യ മാം, ലാവ്ലിൻ സാർ, ബിജു കൃഷ്ണൻ സാർ ഒക്കെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. ബിക്കോസ് ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ അവാർഡ് ലഭിക്കാൻ പോവുകയാണ്. രവീന്ദ്രനാഥ ടാഗോർ സ്മാരക സംഗീത ശ്രേഷ്ഠ സുവർണ മുദ്ര സ്പെഷ്യൽ ജൂറി അവാർഡ്. ആൻഡ് ഈ അവാർഡ് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിരുന്നത് IPS സന്ധ്യ മാമും കൂടിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾക്കൊരു ഹാഫ് ആൻ അവർ സ്റ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 10 ലാംഗ്വേജസിലുള്ള ഫോക്ക് സോങ്ങിൻ്റെ മാഷപ്പ് ആയിരുന്നു അവിടെ പാടിയിട്ടുണ്ടായിരുന്നത്. ദി 10 ലാംഗ്വേജസ് ആർ തെലുങ്കു, ഇസ്രായേലി, ഹിന്ദി, പഞ്ചാബി, അറബിക്, ബംഗാളി, ഒഡിയ, സിൻഹള, രാജസ്ഥാനി ആൻഡ് ലാസ്റ്റ് ആ മദർ ടങ് മലയാളം. ഇത്രയും ലാംഗ്വേജസിലുള്ള ഫോക്ക് സോങ് ആയിരുന്നു കേട്ടോ അവിടെ പാടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണേ. അതുപോലെ തന്നെ ഒരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട്. ഞങ്ങളുടെ സാവരിയ ടീമിൽ നിന്ന് പോയ യദുനന്ദയ്ക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റും ഫിലിം സോങ്ങിനും മലയാളം റെസിറ്റേഷന് സെക്കൻഡും, ഫൗസിയ മാമിന് നാടകഗാനത്തിന് സെക്കൻഡും, ഈശ്വർ മഹാദേവിന് ഫിലിം സോങ്ങിന് സെക്കൻഡും ഉണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ പ്രൈസും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫാദറിന് റെസിറ്റേഷൻ മലയാളത്തിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. ഞങ്ങളുടെ അവാർഡ് ഫംഗ്ഷന് ശേഷം ഒരു 3 മണീൻ്റെ ശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ യദുനന്ദയ്ക്കും ഫൗസിയ മാമിനും ദാടയ്ക്കും ഒക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസിന് ക്യാഷ് പ്രൈസും ഉണ്ട് കേട്ടോ. ദാടയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാഷ് പ്രൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇന്നത്തെ ഡേ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി. ഇന്ന് നൈറ്റ് തന്നെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് കയറണം. ആൻഡ് ഞങ്ങളുടെ ട്രെയിൻ വന്നിരുന്നത് 8:30 കേട്ടോ നൈറ്റ്, ഫ്രം ട്രിവാൻഡ്രം ടു മാംഗ്ലൂരു എക്സ്പ്രസ്. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തിനോടൊക്കെ ബായ് പറഞ്ഞ് നേരെ നാട്ടിലേക്ക് വിട്ടു. ദാറ്റ്സ് ഓൾ.